ഹലോ, ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് വെക്കാൻ പോവുകയാണ്. ആദ്യം ചോറും കറിയാണ് വെക്കാൻ ഇരുന്നത്. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ പെരുമഴ ആയതുകൊണ്ടും നമ്മൾ ഫ്രൈഡ് റൈസിലോട്ട് ചാടിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുള്ള ക്യാരറ്റ് ചെത്തുന്നു, ബീൻസ് വെള്ളത്തിൽ കിടക്കുന്നു, മുട്ട വേവിക്കണം. വേവിക്കൂലല്ലേ, ചിക്കും മുട്ട നമ്മൾ ചിക്കും എന്ന് വെച്ചാൽ നമ്മൾ വറുത്തെടുക്കും. ചിക്കൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പം നമ്മൾ മുട്ട വറുക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ചീനിച്ചട്ടി എടുക്കണം. അപ്പം നമ്മൾ പാൻ ചൂടായിട്ട് എണ്ണ ഒഴിച്ച് നമുക്ക് മുട്ട ചീകാം. കത്തി ഞാൻ ഓഫ് ചെയ്തേച്ചി, ഇത് ആക്കി വെച്ചിട്ട് എത്ര ഒഴിക്കണം? മതിയോ? നമ്മൾ ഈ മുട്ട നല്ലപോലെ മുരിച്ചെടുക്കണം. അപ്പം നമ്മൾ മുട്ട മുരിഞ്ഞിട്ടുണ്ട്, നമുക്കത് എടുത്ത് വയ്ക്കാം. ചിലയിടത്ത് പറയും വാങ്ങി വെക്കണം. അപ്പം നമ്മളെ മുട്ട റെഡി. ഇത് നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ നെയ്യിടയാണ്. ഗ്രാമ്പു, പട്ട, ഏലക്ക ഇവിടെ ആർക്കും അത്ര താല്പര്യമില്ല. വേണ്ട 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 ഗ്രാമ്പു പട്ടയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നെയ്യ് ഉരുകി നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. അരി ഇട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് നെയ്യ് ഒഴിച്ച് ഗ്രാമ്പൂ പട്ട ഇട്ട് കൊടുത്തതിന് ശേഷം അരി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് കിണ്ടണം. എത്ര പേർക്കുള്ള അരിയാണോ അതനുസരിച്ച് നമ്മൾ കപ്പിൽ ഇതിലാണ് അരി എടുത്തത്, അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കണം. ആ അളവാണേ. ഇപ്പം 2 കപ്പ് അരിയാണെങ്കിൽ എത്ര ഗ്ലാസ് വെള്ളം വേണം? 4. അപ്പം 2 ഗ്ലാസ് അരിക്ക് ഇരട്ടി വെള്ളം എടുക്കണം കേട്ടോ. ഒന്ന് കലക്കി വെച്ചിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വിസിൽ വേക്കണം. എത്ര വിസിൽ വേക്കണം? 2-3. നമ്മൾ അരി വെന്തിട്ടുണ്ട്. ഇവിടെ ചിക്കൻ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി വറുത്ത മുട്ടയിലിടണം. ഓൾറെഡി നമ്മൾ ചിക്കൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് മുട്ടയിലും കൂടി ഇട്ട് വയ്ക്കും, എങ്കിലേ ഒരു ടേസ്റ്റ് വരും, ഫ്ലേവർ. അപ്പം നമ്മളുടെ ചോറ് റെഡിയായി, മുട്ട റെഡിയായി. മുട്ട, പിന്നെ നമ്മളെ ക്യാരറ്റ് ആൻഡ് ബീൻസ് നമ്മൾ വറുത്ത് വെച്ചു. നമ്മളെ ചിക്കനും ഇവിടെ റെഡിയാണ് ഗൈസ്. അപ്പം നമ്മൾ ചോറെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. അതിന് നമ്മൾ മുട്ട ഇടുകയാണ്. പിന്നെ നമ്മൾ ക്യാരറ്റ് ആൻഡ് ബീൻസ് കുറച്ച് തൂകി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ക്യാരറ്റും ബീൻസും ഫുള്ളങ്ങ് തട്ടി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അപ്പം നമ്മൾ രാവിലെ കുറച്ച് ആക്കിയതുണ്ടായിരുന്നു, അപ്പം നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ ചിക്കൻ ചിക്കിയത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. ആർക്കും തികയത്തില്ല, അതോർത്താ വിഷമിച്ചിട്ടില്ല. അത് വേറൊരു സത്യം. കുഴപ്പമില്ല.
ആ സോസും ഒഴിക്കുമ്പോ കട്ടാവും ചേച്ചി. പക്ഷെ നമ്മൾ വേവിക്കുമ്പോഴേ സോസും ആക്കുന്നത്. നമ്മള് സോസ് ഒഴിക്കാൻ പോവേന്. ചോറല്ല ചേച്ചി എത്ര വേണമെന്ന് പറഞ്ഞു. കണ്ടുപിടിച്ചു. മതിയടാ, മതി 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 മതി. മതി എരിയും. ഇതാണ് ഗൈസ് നമ്മളെ ബ്യൂട്ടിഫുൾ ഫ്രൈഡ് റൈസ്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. നല്ല കാര്യമാകുമ്പോട്ടെ ഇതുപോലത്തെ സിമ്പിൾ ഫ്രൈഡ് റൈസ് റെസിപ്പി നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ നമ്മൾ ഇനിയും വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു വെറൈറ്റിക്ക് നമ്മൾ ചപ്പാത്തി, ഗോതമ്പിൻ്റെ ചപ്പാത്തി വെച്ച് ഗോതമ്പിൻ്റെ മാവ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ അക്ക നൂഡിൽസ് പോലെ നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ വീഡിയോയും വരുന്നതാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.